UPA സർക്കാരിനെ കടന്നാക്രമിച്ച് കേന്ദ്രം പാർലമെന്റിൽ അവതരിപ്പിച്ച ധവളപത്രത്തിന് ബദൽ പ്രമേയത്തിന് നോട്ടീസ് നൽകിയ NK പ്രേമചന്ദ്രൻ MP. ധനമന്ത്രി ലോക്സഭയിൽ അവതരിപ്പിച്ച ധവളപത്രം നിരാകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ബദൽ പ്രമേയ നോട്ടീസ് നൽകിയത്. നോബിൾ മാരിക്കാരൻ, നോബിൾ, എന്താണ് ബദൽ പ്രമേയം? നികേഷ്, ഇന്നലെയാണ് കേന്ദ്ര സർക്കാർ ഈ ധവളപത്രം പുറത്തിറക്കിയത്. UPA സർക്കാരിനെ വലിയ രീതിയിൽ തന്നെ പ്രതിരോധത്തിൽ ആക്കുന്നതായിരുന്നു അതിലാണ് ഇപ്പോൾ ബദൽ പ്രമേയത്തിന് NK പ്രേമചന്ദ്രൻ MP നോട്ടീസ് നൽകിയിരിക്കുന്നത്. പ്രധാനമായും ഈ ധവളപത്രം നിരാകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിന് അനുമതി ലഭിക്കുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ബാക്കി നടപടിക്രമങ്ങളിലേക്ക് എന്താണെങ്കിലും ലോക്സഭ കടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അനുമതി ലഭിക്കുമോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഉണ്ട്. പ്രധാനമായും ഇതിൽ പറയുന്നത് 2004-2014 കാലഘട്ടത്തിൽ വലിയ രീതിയിൽ തന്നെ, അതായത് ഈ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെ അവിസ്മരിക്കുന്നതും അതോടൊപ്പം തന്നെ രാജ്യത്തെ വിദഗ്ധരായ സാമ്പത്തിക വിദഗ്ധർ നടത്തിയ കൈകാര്യം ചെയ്ത കാര്യങ്ങളെ ഉൾപ്പെടെ വിസ്മരിക്കുന്നതുമാണ് ഈ ധവളപത്രം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരാണ് ഈ നടപടി എന്ന് വ്യക്തമാക്കുന്നു. ഇതിന്റെ ഉത്തരവാദിത്വം, അതായത് നിലവിൽ രാജ്യത്ത് വിലക്കയറ്റം, തൊഴിലായ്മയൊക്കെ ഉണ്ട്. ഇതിന്റെ എല്ലാം ഉത്തരവാദിത്വം മുൻ സർക്കാരിന് തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നിലവിൽ രാജ്യത്ത് വലിയ രീതിയിൽ തന്നെ സാമ്പത്തിക പ്രതിസന്ധി, തൊഴിലായ്മ, വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ട്. ഇതിൽ നിന്നെല്ലാം ഒളിച്ചോടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു ധവളപത്രം പുറത്തിറക്കിയത് എന്ന ആരോപണമാണ് NK പ്രേമചന്ദ്രൻ MP എന്താണെങ്കിലും ഈ നോട്ടീസ് മുഖേന മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത്തരത്തിൽ നോട്ടീസ് അവതരിപ്പിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളിലേക്ക് കൂടി അദ്ദേഹം കടക്കും, അതായത് ബദൽ പ്രമേയത്തിലേക്ക് അദ്ദേഹം കടക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ അനുമതി നൽകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പ്രധാനമായും ഇന്നലെയാണ് ഈ ധവളപത്രം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത്. 10 വർഷത്തെ UPA കാലത്ത് വലിയ പ്രതിസന്ധി ഉണ്ടായെന്നും കോൺഗ്രസിനെയും ഒപ്പം UPAയും വലിയ രീതിയിൽ തന്നെ പ്രതിരോധത്തിൽ ആക്കുന്നതുമായിരുന്നു ധവളപത്രം. ഒപ്പം സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടും ഇതിൽ നീക്കങ്ങൾ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും അതിനെതിരെയാണ് ഇപ്പോൾ ഈ നിരാകാര പ്രമേയവുമായി ഇത്തരത്തിൽ ബദൽ പ്രമേയവുമായി ഇപ്പോൾ NK പ്രേമചന്ദ്രൻ MP രംഗത്ത് വന്നിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നോബിൾ മാരിക്കാരൻ.